ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിന്റെ ഭീകരമുഖം ചൂരൽമലയെയും പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയെയും ഒന്നും വിട്ടുമാറിയിട്ടില്ലെങ്കിലും പ്രകൃതിയുടെ കനിഞ്ഞു നൽകിയ ഹരിതവർണാഭമായ സൗന്ദര്യം അതിപ്പോഴും വെള്ളാർമലയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുകയാണ്. മഴ തിമിർത്ത് പെയ്യുന്നതിനിടയിൽ പാലരുവി പോലെ വെള്ളം പതഞ്ഞൊഴുകുന്ന കാഴ്ച ഈ ഇരവഞ്ചിപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തിന്റെ ഇടത്തും വലത്തും വശങ്ങളിൽ ഇപ്പോൾ സാധാരണയായി മാറിയിരിക്കുകയാണ്. അത്ര കണ്ട് സുന്ദരിയാണ് വെള്ളാർമല. ആ വെള്ളാർമലയ്ക്ക് എങ്ങനെ വെറും സാധാരണക്കാരായ പാവങ്ങളിൽ പാവങ്ങളായിരുന്ന നിരവധി തോട്ടം തൊഴിലാളികളെയും ഒരുപാട് സ്വപ്നങ്ങളുമായി മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും താമസിച്ചിരുന്ന വെറും പാവങ്ങളെയും കുത്തിയൊലിച്ചങ്ങ് താഴേക്ക് എടുത്തുകൊണ്ടു പോകാൻ തോന്നി എന്നതാണ് ഇപ്പോഴും ദയനീയമായി ഓർക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വേദനയുളവാക്കുന്ന ഒന്നായി നമ്മുടെയൊക്കെ മനസ്സിൽ ബാക്കിയാകുന്നതും. ദുരന്തം ഇങ്ങനെ താണ്ഡവമാടിയിട്ടും അതിന്റെ സൗന്ദര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല പുഞ്ചിരിമട്ടത്തിന്. പുഞ്ചിരിമട്ടത്തിന്റെ മുകൾ ഭാഗത്ത് വെള്ളാർമലയിൽ നിന്നാണ് ഇരവഞ്ചിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഒരുപക്ഷെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം അതിശക്തമായ മഴ കഴിഞ്ഞ 2 ആഴ്ചയായി ഈ മേഖലയിലൊക്കെ പെയ്യുന്നുണ്ട്. അതിന്റെ പരിണിത ഫലമായിരിക്കണം ഈ ദുരന്തമുണ്ടായി എന്ന് കൃത്യമായി നമുക്ക് വ്യക്തമാകുന്ന ആ ഇരവഞ്ചിപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തിന്റെ മുകൾ ഭാഗത്തായി അതുപോലെ തന്നെ 2 കൈവരികളായി വെള്ളം പതഞ്ഞൊഴുകുന്നുണ്ട് താഴേക്ക്. അതിങ്ങനെ ശാന്തമായി അവിടുന്ന് ഒഴുകി താഴെ വലിയ ഗർത്തത്തിലേക്ക് പതിച്ച് അവിടെ നിന്ന് പതഞ്ഞൊഴുകി മുണ്ടക്കൈയും ചൂരൽമലയുമൊക്കെ പിന്നീടങ്ങ് സൂചിപ്പാറയോട് ചേരുകയാണ്. അങ്ങനെ വളരെ മനോഹരമായി ഒരുങ്ങിയിരുന്ന ഒരു ഭൂമിയിലാണ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെയായി സാധാരണക്കാരായ മനുഷ്യർ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമൊക്കെയായി ആ കൂട്ടുകുടുംബം പോലെ ഏറെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് മുകളിലേക്കാണ് 1 മാസങ്ങൾക്ക് മുമ്പ് ദുരന്തം ഉരുളായി പെയ്തിറങ്ങിയത്. ഒരുപക്ഷെ ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഈ ജനതയ്ക്ക് സമീപകാലത്തൊന്നും മുക്തരാകാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ ഇപ്പോഴും ഈ സുന്ദര നാടിനെ അവരെ നെഞ്ചോട് തന്നെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആകെ മനസ്സിൽ വേദനയായി അവശേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: എന്തിന് രാത്രിയിൽ, എന്തിന് ഉറങ്ങിക്കിടന്നവരെ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് മനുഷ്യർക്ക് ആർക്കും നൽകാൻ കഴിയില്ല. അത് പ്രകൃതിയുടെ അതീവ രഹസ്യമാണ്. കലിതുള്ളി എന്തിനാ പാവങ്ങളെ ഒരു നിമിഷം കൊണ്ട് മുഴുവനായി ഉരുളെടുത്തുകൊണ്ട് എന്നേക്കുമായി ഒരു ഓർമ്മയാക്കി മാറ്റിയത് എന്തിനെന്ന ചോദ്യത്തിന് ഇപ്പോഴും ആർക്കും ഒരു ഉത്തരവുമില്ല. അതിനിടയിലും അതിങ്ങനെ ശാന്തമായി ഇരവഞ്ചിപ്പുഴയുടെ കൈവരികൾ അത് ശാന്തമായി ചൂരൽമലയിലൂടെ മുണ്ടക്കൈയിലൂടെ സൂചിപ്പാറയിലേക്ക് പതിക്കുന്ന മനോഹരമായ കാഴ്ച അത് ഈ ദുരന്തമുഖത്ത് മറുവശത്ത് അങ്ങനെ തന്നെ കണ്ണിന് കുളിർമയായി നിലകൊള്ളുകയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തേക്ക് ഈ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനുമായി 100 കണക്കിന് ആളുകൾ, വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ അവരൊക്കെ കൂട്ടമായി പുഞ്ചിരിമട്ടത്തേക്ക് എത്തുമായിരുന്നു. പക്ഷേ പുഞ്ചിരിമട്ടത്തെ ഇപ്പോൾ പേടിക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകളും പുറത്തുനിന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകളും. അതുകൊണ്ട് തന്നെ ആരും അങ്ങ് അത്ര ധൈര്യത്തോടെ മുകളിലേക്ക് കയറി പോകാറില്ല. അഥവാ അങ്ങനെ പോയാൽ തന്നെ അല്പസമയം മാത്രം ചെലവഴിച്ച് അവിടുന്ന് വേഗത്തിൽ താഴേക്ക് ഇറങ്ങി പോരും. കാരണം ഇനിയും ആ കലി മനസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ടോ വെള്ളാർമല എന്ന ചോദ്യം അത് എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭീകര ഓർമ്മയായി അതങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് വശ്യമായ സൗന്ദര്യം കൊണ്ട് വെള്ളാർമല ആളുകളെ വീണ്ടും ഈ മുകൾ ഭാഗത്തേക്ക് പുഞ്ചിരിമട്ടത്തേക്ക് ഇങ്ങനെ സദാ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.